ഇതാണ് ഒരു കൂട്ടർ. പണ്ഡിതന്മാരാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വലിയ പ്രസംഗങ്ങളായിരിക്കും. പക്ഷെ പ്രസംഗിക്കപ്പെടുന്നത് ജനങ്ങൾക്ക് ബാധകമുള്ളൂ, എനിക്ക് ബാധകമല്ല. അങ്ങനെയുള്ള മോശമായ സംഗതികൾ നമ്മളിൽ നിന്നുണ്ടായാൽ കണ്ണുചുമ്പുക, മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായിക്കാണെങ്കിൽ അത് മോശമായി കൊണ്ട് അതിൻ്റെ എതിരിൽ ജനങ്ങളുടെ ഛിദ്രതയോ ജനങ്ങളുടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഇന്നലെ തന്നെ ഏതോ ഒരു ചാനലിൽ ഒരു വാർത്ത, പിന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിലെ അധികം പിന്നെ മുജാഹിദുകളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവർക്ക് മന്ത്രി ഒരു പാർട്ടിക്ക് മന്ത്രി നിശ്ചയിക്കാൻ വേണമെങ്കിൽ നമ്മക്കല്ലല്ലോ, അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാൽ പോലെ വേഗം പണിയെ ജോലി. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഇടപെടേണ്ട പരിപാടി നമുക്കില്ല. രാഷ്ട്രീയ അവരാരെയാണ് മന്ത്രിയാക്കേണ്ടത്, ഓരോ പാർട്ടിക്കാർ. ഇപ്പൊ കോൺഗ്രസിൽ ആരെ മന്ത്രിയാവാൻ ആവശ്യമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയുമെന്ന് ചോദിച്ചാലുണ്ടാവും, പക്ഷെ നമ്മളതും പറയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയമാവുന്ന കാര്യങ്ങളിൽ അതിൽ ഇടപെടുകയില്ല. ആരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാവേണ്ടതെന്ന് എന്നോട് പത്രക്കാരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് 63 ആളുണ്ട് ഇവരൊക്കെ അതിന് പറ്റുന്നവരാണ് കോൺഗ്രസ്, അതിന് ആരും ആവാം. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡൽഹിക്ക് പോകണമെന്ന് ചോദിച്ചു. ഇവിടെ അവിടെ വീട്ടിൽ വന്നാൽ മതിയല്ലോ, ഡൽഹി പോയിക്കാണ്ട് അവിടെ കുറേ പ്ലെയിനും മറ്റും പൈസ ചെലവാക്കി. അപ്പൊ ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കി നടക്കുകയാണ് ചില പണ്ഡിത വേഷധാരികൾ. നമ്മളെ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ പണ്ഡിതന്മാരായി പുറത്തിറക്കിയ പല ചാനൽ കൂടിയും അത് പിന്നെ തെറ്റാവുന്ന വാർത്തകൾ അവർ പ്രചരിപ്പിക്കുക. ആരെ പേരില് അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം പല എന്തിനാ മൂപ്പർക്ക് അത് പറയേണ്ട ആവശ്യമുണ്ട്, മൂപ്പരെന്താ അത് പറയാൻ. അങ്ങനെ നമ്മൾക്ക് ആരും ഇവിടെ അവിടെ സുന്നത്ത് ജമാഅത്ത് നടത്താൻ വേണ്ടിയല്ലല്ലോ മദീനെ തിരഞ്ഞെടുക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ നടത്തിപ്പിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ളത് അവർ ചെയ്തു തരണം. അത് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ അപ്പം അതിനുള്ള പരിഹാരം നമ്മൾ കാണുകയും ചെയ്യും, അത് വേറെ. അപ്പോ അതാണ് അവരെ പണി, അല്ലാതെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണോ? അപ്പൊ അവിടെ മുജാഹിദായി ഇനി പിന്നെ വേറെ വല്ല മതക്കാരനായി ഇനി മതമില്ലാത്തവനായി അതിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന ജനങ്ങളുടെ ഇടയിൽ അത് പറയുമ്പോൾ അതിന് വെറുപ്പുള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അവരിടയിൽ നമ്മളെ തരം താഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനത്തതായ ചില ന്യൂസുകൾ പല. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊടുത്ത ആളെ പേര് നമുക്ക് കിട്ടി, ഇന്ന ആളാണ് അത് കൊടുത്തിട്ടുള്ളത്, അവൻ എന്തോ ഒരു ബിരുദധാരിയാണെന്നാണ് പറയുന്നത്, എന്തോ ആവട്ടെ. അപ്പൊ ഇന്നലേക്ക് ഞാൻ ഇന്നലെ ബുഖാരി ഓതി കൊടുക്കുമ്പോൾ കുട്ടികളോട് നല്ല ജുമാന്റെ ബാബ അപ്പൊ ലാ യുഫരിഖു ബൈന ഇസ്നൈൻ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് കുറെ മാനകളുണ്ട്, പക്ഷെ അതിന്റെ ഒരു മാന ലാ യുഫരിഖു ബൈന ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നേരം വെക്കുമ്പോൾ തന്നെ ഇറങ്ങി രണ്ടാളെ ഇടയിൽ വിട്ടുപിരിക്കണതായ എന്തെങ്കിലും നിലക്കുള്ള ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് അതിന്റെ ഒരർത്ഥം. അതും അതിന്റെ അർത്ഥം തന്നെയാണ്. സാധാരണ നമ്മൾ പറയുന്നത് പോലെ സൊപ്പ് കെട്ടിയിരുന്നാൽ രണ്ടാളെ ഇടയിൽ വന്നുകാണ്ട് വിട്ടുപിരിച്ചുകൊണ്ട് മുന്നിലേക്ക് കയറി വരുന്ന പണിയെടുക്കരുത്, നേരം വെളുക്കുമ്പോൾ തന്നെ ജുമാക്ക് പോയി ഇരിക്കണം എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെ പല അർത്ഥങ്ങളും ആ ഹദീസിനുണ്ട്. പക്ഷേ ഈ അർത്ഥവും അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം തന്നെയാണ്. കാരണം വെള്ളിയാഴ്ച പണിയൊന്നും ഉണ്ടാവില്ല, നേരം വെക്കുമ്പോൾ തന്നെ ഇറങ്ങി പലരും ഇറച്ചി നിന്ന് എന്നിട്ട് എന്താക്കുക, ഇവൻ നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അവൻ നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ട് ഈ ഫിർഖത്ത് ഉണ്ടാക്കുന്ന പണി ഉണ്ടാക്കാൻ പാടില്ല എന്നതും ഇതിൻ്റെ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇമാം ബുഖാരി തങ്ങൾ അത് ജുമാന്റെ ബാബിലെ ഹദീസിനെ കൊണ്ടുവന്നതിൻ്റെ താല്പര്യം അത് വെള്ളിയാഴ്ചയാണ് ഈ പണി അധികം നടക്കുക. കാരണം വേറെ അന്ന് പണിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നേരം വിളക്കുമ്പോൾ തന്നെ ജുമാക്ക് വന്ന് പള്ളീന്റെ കോലായിലോ അല്ലെങ്കിൽ റോട്ടുമലോ അല്ലെങ്കിൽ വയ്യോ നിൽക്കാണ്ട് ഈ പണിയാണ് ഉണ്ടാവരുത്. അപ്പൊ ഈ പണിയാണ് ഇന്ന് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. സഹോദരന്മാരാവുന്ന നിങ്ങൾ മാത്രമല്ല ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെല്ലാം ഉണ്ടോ, അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കന്മാരാവട്ടെ, അതിന്റെ പോഷക സംഘടനകളുടെ നേതാക്കന്മാരാവട്ടെ, മുദരിസമാരാവട്ടെ, മുഅല്ലിമീങ്ങളാവട്ടെ, ഖതീബന്മാരാവട്ടെ, നമ്മളിലൊക്കെ ഉണ്ടാവേണ്ടതായ ആ ഉയർന്ന അമ്പിയാക്കന്മാരുടെ നിന്ന് ദർശിക്കപ്പെടുന്ന ആ സ്വഭാവ ഗുണങ്ങൾ, ആ ഇസ്തിഖാമത്ത് നമ്മളിലുണ്ടാവണം. എന്നാലേ നമുക്കും
നമ്മൾ ഏറ്റെടുത്തതായ മേഖലയിലുള്ള ദീനീ പ്രവർത്തനത്തിലേക്ക് നമ്മൾ അർഹരാവുകയുള്ളൂ എന്ന് മാത്രമല്ല നമ്മൾ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ ശക്തിപ്പെടുത്തുക. സമസ്തയുടെ ആശയാദർശങ്ങൾ, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ. അതിൽ നിന്ന് പ്രത്യേകിച്ച് സുന്നത്തി ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് എതിരിൽ ബിദ്അഈ സംഘടനകൾ മുഴുവനും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും അവർ ആദർശ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദിലുള്ള എല്ലാ പക്ഷവും, അതുപോലെ തരീഖത്ത് എന്ന് പറയും കള്ള തരീഖത്തിന്റെ ആളുകൾ, തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ, അങ്ങനെ തുടങ്ങി ഏതെല്ലാം ബിദ്അഈ പ്രസ്ഥാനങ്ങൾ വരുന്നുണ്ടോ അവരൊക്കെ അവരുടെ ആശയങ്ങളും ആദർശങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിന് ഏതെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങൾ മുഴുവനും സ്വീകരിച്ചു കൊണ്ടിട്ട് അവരുടെ പ്രവർത്തനം സജീവമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവസരത്തിൽ നമ്മളെ ആദർശ സമ്മേളനത്തോട്ട് പുറകോട്ട് പോകാൻ ഒരിക്കലും അത് പാടില്ലാത്തതാണ്. നമ്മളെല്ലാ പള്ളിയിലും ആദർശ സമ്മേളനം നടത്തണം, എല്ലാ മഹല്ലത്തുകളിലും ആദർശ സമ്മേളനം നടത്തണം, നമ്മുടെ ജില്ലകളിൽ ആദർശ സമ്മേളനം നടത്തണം. അങ്ങനെ വിശുദ്ധമായ മഹാന്മാരാവുന്ന നമ്മളെ മുൻഗാമികളാവുന്ന അസാധ്യതത്തെ മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമയും അവരുടെ മാർഗം പിന്തുടർന്നുകൊണ്ട് പിന്നീട് പ്രവർത്തിച്ച അവരുടെ സഹോദരൻ EK അവരും തുടങ്ങിയ മഹാന്മാരാവുന്ന നമ്മളെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാര് അവരൊക്കെ പ്രസംഗിച്ചു പോകുമ്പോൾ പറയല് ഇൻ ഉഴുത്തും ഉഴുതിനാന്നാണ്. മുജാഹിദീങ്ങൾക്കോ ജമാഅത്ത് ഇസ്ലാമിക്കാർക്കൊക്കെ എതിർത്ത് പ്രസംഗിച്ചു പോകുമ്പോൾ അവർ അവസാനം പറഞ്ഞു പോണൊരു വാക്കുണ്ട്, ഇൻ ഉഴുത്തും ഉഴുതിനാന്ന്. നിങ്ങൾ ഇനി ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ ഞങ്ങൾ പിന്നെയും വന്ന് പ്രസംഗിക്കുന്ന, നിങ്ങൾ മടങ്ങി വന്നാൽ ഞങ്ങൾ പിന്നെയും മടങ്ങി വരുന്നു, ഞങ്ങൾ നിങ്ങളെ വിടൂല. ഈ ഒരു പ്രത്യേക ഒരു മുദ്രാവാക്യത്തിൽ നിന്നിട്ട് ആവേശം കിട്ടിയവരാണ് ഞങ്ങളൊക്കെ. ആ ഒരു ആവേശം നിങ്ങളിലുണ്ടാവണം. ആശയം ആദർശം എന്നുള്ളത് ഒരു ചെറിയ സംഗതിയൊന്നുമല്ല. അപ്പൊ നമ്മളെന്തിനാ ആശയം ആദർശം പറയണം? നമ്മളെന്തിനാ സുന്നത്ത് ജമാഅത്ത്? നമുക്ക് ആരെയും പല പണി വല്ലതുണ്ട്, പല പണിയും പലരും എടുക്കുക. ഇത് പറയേണ്ടവർ ഇതും പറയാം. അങ്ങനെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ അതിനെ ഇല്ലാതെയാക്കാനും വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെതിരിൽ ശക്തമായി ശബ്ദിച്ചുകൊണ്ടിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ആരുടെ മുന്നിലും എവിടെയും വെച്ച് അത് പറയാൻ വേണ്ടി നമ്മളൊക്കെ തയ്യാറാവണം. അതിന് സ്വതന്ത്രന്മാരാവുന്ന നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ പറ്റി ശരിക്കും നിങ്ങൾ പഠിക്കണം. കുട്ടികൾക്കൊക്കെ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായ ക്ലാസ്സുകൾ നിങ്ങൾ സംഘടിപ്പിക്കണം. അതിന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന ആവശ്യമില്ല. സദർമാരോ ആ മദ്രസയിലുള്ള മറ്റു മാലിന്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ വിഷയങ്ങൾ അറിയേണ്ടവരുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ മുജാഹിദ് പ്രസ്ഥാനമോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഏതെങ്കിലും ബിദ്അഈ പ്രസ്ഥാനങ്ങളോ പ്രസംഗിച്ചു പോയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടിയായി കൊണ്ട് നമ്മളെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് അതൊക്കെ ആദ്യമായിട്ട് നിർമ്മലമായ ഹൃദയത്തിലേക്ക് ഇങ്ങനത്തെ ഒക്കെ ഇറങ്ങി വരും. അത് ഇറങ്ങി വന്ന് അവിടെ അത് ഓർക്കാൻ പാടുള്ളതല്ല. അതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ തുടച്ചവൾ നീക്കണം. അപ്പം അതുകൊണ്ടാണ് അങ്ങനത്തെ വല്ല പ്രസംഗങ്ങളൊക്കെ നാട്ടിലൊക്കെ നടന്നാൽ അതിന് വേറെ പുറത്തെവിടെയും വെച്ചുകൊണ്ട് മറുപടി വരാൻ സാധ്യമല്ലെങ്കിൽ മദ്രസയിലെങ്കിലും അങ്ങനത്തെ ക്ലാസ്സുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും. നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് പറ്റുന്നതായ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക. ആ നിലക്ക് നമ്മളെ കുട്ടികളെയും നമ്മളെ നാടിനൊക്കെ പൂർണ്ണമായി സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളായും കൊണ്ട് അവരെ ശക്തിപ്പെടുത്തി എടുക്കേണ്ട കർത്തവ്യം കൂടി സദർന്മാരാവുന്ന നിങ്ങൾക്കുണ്ട്. കാരണം ഒരു സദർ എന്ന് പറഞ്ഞാൽ ആ നാട്ടില് ഖതീബ് ഖാദിനെ കഴിച്ചാൽ അവിടെ ഏറ്റവും അംഗീകരിക്കപ്പെടുകയും സ്വീകാര്യനുമായി
അപ്പം നിങ്ങൾക്ക് ജനങ്ങളെ മുന്നിൽ ഒരു സ്വീകാര്യത ഉണ്ട്, ഒരു വില ഉണ്ട്, നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നവരാണെന്നുള്ളതായ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. ആ ബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മഹാനാവുന്ന ഖുത്ബുൽ അഖ്താബ് ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ പറഞ്ഞതുപോലെ അവർ മനുഷ്യരെ 4 വിഭാഗമായി കൊണ്ട് ഓരിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റജുലുൻ ലാ ലിസാന ലഹു വലാ ഖൽബ ലഹു. ഒരു വിഭാഗം ആളുകൾ അവർക്ക് നാവില്ല, അവർക്ക് ഹൃദയമില്ല. എന്ന് പറഞ്ഞാൽ അവരിപ്പോൾ നാവ് കൊണ്ട് നല്ല സംഗതി പറയണില്ല, അവരെ ഹൃദയത്തിൽ അങ്ങനത്തെ നല്ല സംഭവങ്ങളൊന്നുമില്ല. ഉവൽ ആസിൽ ഒബിയു, അവൻ ദോഷിയാണ്, അവൻ മോശപ്പെട്ടവനാണ്. ലാ യഅ്ബഉല്ലാഹു ബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിലവെക്കൂല. വലാ ഖൈറ ഫീഹി, അവരിൽ യാതൊരു ഖൈറും ഉണ്ടാവില്ല. ഉവ അംസാലുഹു റസാലത്തുൻ ലാ വസന ലഹു, ഇവനും ഇവനെ പോലത്തവരൊക്കെ അത് ചവറുകളെ പോലെയാണ്, അവനക്ക് യാതൊരു നിലവാരം ഉണ്ടാവില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വാസിയായ റഹ്മത്ത് കൊണ്ട് ഇവരെ പൊതിഞ്ഞാലൊഴികെ, അല്ലെങ്കിൽ അവരെ മത്സ്യത്തിന്റെ മേൽ തന്നെ നിലനിൽക്കും, ആ നിലക്ക് മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് ഒരു വിഭാഗം എന്ന് പറഞ്ഞത്. മറ്റൊരു വിഭാഗത്തിനെ പറ്റി മൂപ്പര് പറഞ്ഞു, റജുലുൻ ലഹു ലിസാനുൻ ബിലാ ഖൽബ്, അവനക്ക് വാചാലത ഉണ്ടാവും, പക്ഷെ അവൻ പറയുന്നതൊന്നും അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവില്ല. ഫയന്തിഖു ബിൽ ഹിക്മ, അപ്പൊ അവൻ ജനങ്ങളെ മുന്നിൽ വന്ന് അവൻ ഘോരമായി അവൻ പ്രസംഗിക്കും. വലാ യഅ്മലു ബിഹ, ആ ഹിക്മത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠങ്ങളനുസരിച്ച് അവൻ പ്രവർത്തിക്കൂല. യദുഉന്നാസ ഇലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ജനങ്ങളെ അവൻ ക്ഷണിക്കും. വഹുവ യഫിറു മിൻഹു, അല്ലാഹുവിനെ തൊട്ട് അവൻ അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞു നിൽക്കും. യസ്തഖ്ബിഉ ഐബ വൈരിഹി, വേറുള്ളവന്റെ അപമാനങ്ങളെ അവൻ മോശമായി കാണും. പക്ഷേ ഹുവ അലാ മിസ്ലിഹി, അതുപോലത്തെ മോശത്തരത്തിന്റെ മേലിലെ അവൻ നിലനിൽക്കുകയും ചെയ്യും. എന്താലേ 10 വർഷമായിട്ട് ഈ ആദ്യ വിളികളൊന്നും കേട്ടിരുന്നില്ല. ഇപ്പൊ 2ാം വട്ടം ഭരണത്തിലേക്ക് കയറുകയെന്ന് കണ്ടപ്പത്തിന് പിന്നെയും ഈ ആദ്യ വിളികൾ വിളിച്ചത് തുടങ്ങി. എന്ത് ചെയ്യും? എന്തിനാണ് ഈ കോലത്തിലൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുന്നത്? എന്തെല്ലാന്നൊന്നും ഒരു പിടുത്തമല്ല, ഒരു വിവരമല്ല. ഒന്ന് നോക്കാം നിങ്ങൾ. ഇതൊരു മുസ്ലിം ലീഗിന്റെ പ്രകടനമാണ്. കയ്യും വെട്ടും കാലും വെട്ടും, വേണ്ടി വന്ന തലയും വെട്ടും. ഇനി വെട്ടാൻ ബാക്കിയൊന്നുമില്ല, അങ്ങനെ അതും വെട്ടിക്കളഞ്ഞു. ഞാനത് പറഞ്ഞുകൊണ്ടുവന്നത്, കാലങ്ങൾക്ക് മുമ്പ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദവറുകളുടെ കോലങ്ങളും പണ്ഡിതന്മാരുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കിയാണ്ട് കത്തിച്ചിരുന്നു ലീഗ്. അന്നൊരൊറ്റ ലീഗിൻ്റെ മുതിർന്ന നേതാക്കന്മാർ, മുതിർന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാണക്കാട് തങ്ങന്മാർ, അന്നുണ്ടായിരുന്ന ആരെങ്കിലും ഒരാളുടെ ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ പരസ്യമായിട്ട് അത് ചെയ്തത് തെറ്റായിപ്പോയി, പാടില്ല എന്ന് ഒരുത്തനും അന്ന് പറഞ്ഞിരുന്നില്ല. ഒരു തങ്ങളും അന്ന് പറഞ്ഞിട്ടില്ല, ഒരു തങ്ങളും പറഞ്ഞിട്ടില്ല അന്ന്. ഈ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഒരു തങ്ങളും പറഞ്ഞിട്ടില്ല. കാന്തപുരം വിഭാഗം മത്സരിക്കാൻ നിൽക്കണമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാണിത്? പിന്നെ ഓരോ രാഷ്ട്രീയ തമ്പുരാക്കന്മാരും അവിടെ ചെന്നിട്ട് ഓച്ചാനിച്ച് വന്നുകാണ്ട് പുറത്ത് വന്നിട്ട് പലതും പറയണീന് കാന്തപുരം ഉസ്താദിൻ്റെ കോലം കത്തിക്കുക. എന്താ ഇത് സംഗതി? ഏതായാലും ആവട്ടെ, അന്ന് ഒരാളും മിണ്ടിയിരുന്നില്ല. കാന്തപുരം ഉസ്താദിൻ്റെ പല കോലങ്ങളും ഇത്തരത്തിൽ മണ്ണാർക്കാടൊക്കെ ആ ശംസുദ്ദീനൊക്കെ ജയിച്ച സമയത്ത് കാന്തപുരം ഉസ്താദിനെ മയ്യത്തിറക്കാം, മയ്യത്ത് വരെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പലതും ചെയ്തു പറഞ്ഞാൽ പലതും ചെയ്തു. എന്താ പ്രശ്നം? അവിടെ ഒരു നൂറുദ്ദീനെയും ഒരു അംസക്കയെയും ലീഗുകാർ വെട്ടിക്കൊലപ്പെടുത്തി. ആ വെട്ടിക്കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ ഈ നൂറുദ്ദീൻ എന്ന് പറഞ്ഞ ആള് മർക്കസ് വിദ്യാർത്ഥിയായിരുന്നു. മർക്കസ് പൂർവ്വ വിദ്യാർത്ഥിയാണ്.
അപ്പം മർക്കസിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് മർക്കസ് സമ്മേളനത്തിൽ നല്ലവണ്ണം എന്ത് ചെയ്തു, അവന് വേണ്ടി ദുആ ചെയ്തു. അവൻ്റെ കൊലയാളികളെ ഈ ഒക്കെ ദുആ ചെയ്തു. പലതും അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. കാരണം അത് എന്തുകൊണ്ട് മർക്കസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അത് രാഷ്ട്രീയമല്ല. അവിടെ മർക്കസിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലക്കാണ് ചെയ്തത്. പക്ഷെ അത് രാഷ്ട്രീയത്തിലേക്ക് തള്ളിയിട്ട് പലതും ചെയ്തു നോക്കി. പക്ഷെ അതൊന്നും കാന്തപുരം ഉസ്താദിനെ ഏറ്റിട്ടില്ല. എന്നാൽ കാലം തിരിച്ചു കൊടുക്കൽ തുടങ്ങി. ഇന്ന് നോക്കുകയാണ് നിങ്ങൾ പാണക്കാട് സ്വാദിഖലി ശിഹാബ് തങ്ങളുടെ കോലം കത്തുന്നത്. അത് മുഴുവൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാവും എൻ്റെ ചാനലിൽ. അതുകൊണ്ടാണ് ഞാനത് കത്തുന്നത് കുറച്ച് മാത്രം കാണിച്ചു വിട്ടത്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, കാലം അത് തെളിയിക്കുകയാണ്. അന്ന് അത് ചെയ്യാൻ പാടില്ല, അരുത് മക്കളെ എന്നൊരാളും പറയാനുണ്ടായിരുന്നില്ല. ഇന്ന് നോക്കി നിങ്ങൾ, ഇന്നിപ്പോൾ ഒരു മുസ്ലിയാർ നടന്നു പോകുമ്പോൾ അയാളെ ലീഗിൻ്റെ പ്രവർത്തകർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയാണ്. പക്ഷെ അയാളൊരു പൊടിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അയാൾ നമ്മളെ മാതിരിയാന്ന് തോന്നുന്നുണ്ട്. അയാളൊരു പൊടിക്ക് വിട്ടുകൊടുത്തിട്ടില്ല. അതും ഒന്ന് കണ്ടു. ലീഗുകാർ ഞങ്ങൾ ഭരണത്തേക്ക് വന്ന അന്നങ്ങൾ തട്ടുന്ന അയാളോട് പറഞ്ഞു. അന്ന് ആ തട്ടിലേറ്റിയാളും ഇങ്ങോട്ട് വരുന്ന മുമ്പിൽ വരെയാണ്. അല്ലാതല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ചിന്തിക്കാണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാണ്ട്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. ഈ കേരളത്തിൽ ഈ ഒരു 10 വർഷം ഇവിടെ അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ പള്ളിയിലും മദ്രസയിലും അതുപോലെ ഉസ്താദുമാരിലും തങ്ങന്മാരിലും ഒന്നും പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇപ്പോൾ ഈ ഒരു 10 വർഷത്തിലുണ്ടായിരുന്നില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ഉണ്ടാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ കാണുമ്പോൾ സങ്കടമുണ്ട്. കാരണം പാണക്കാട്ടെ തങ്ങളുടെ കോലമാണ് ആ കത്തിച്ചത്. അത് അവരുടെ നേതാവിനെ കത്തിച്ചപ്പോൾ അവർ തിരിച്ചു കത്തിച്ചു. നമ്മൾ കാന്തപുരം ഉസ്താദിനെ കത്തിച്ചപ്പോൾ നമ്മൾ തിരിച്ചു കത്തിക്കാൻ പഠിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ട്? നമ്മൾ മതവുമായി ബന്ധപ്പെട്ട് ദീനിന് സ്ഥാനം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കത് പറ്റൂല, നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളത് ചെയ്യൂല. ഇനി പോലും ഞങ്ങളുടെ സമസ്തൻ്റെ മുഷാവറാംഗത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കോലങ്ങ് ഇവിടുന്ന് കത്തിച്ചാലോ? നമ്മളിത് കത്തിച്ചാൽ നിൽക്കും. പിന്നെ കോലല്ല നേർക്കുന്നേരെ കത്തിച്ചാൽ നിൽക്കും. തിരിച്ച് അതൊന്നുമില്ല. അതൊന്നും ഇവിടുന്ന് ചെയ്യൂല. അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്ത് നടത്തും. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ലീഗിലാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നൊരു ശരിയായ വശങ്ങളല്ല, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ചെയ്തത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നേതാവിനെ ഇപ്പോൾ പിന്നെ മറ്റൊരു ടീം അവർ കൊണ്ടുപോയി കത്തിക്കാൻ കാരണമുണ്ടായത്. വിഷമമുണ്ടതിൽ, കാര്യം വളരെ വിഷമമുണ്ട്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ.
തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.